മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സിലബസ് ആണ്. നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ സിലബസ് പറയാം. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇൻ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 616/2021. അപ്പൊ ആ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് പറയുന്നത്. വലിയ മാറ്റമൊന്നുമില്ല, നേരത്തെ വന്ന സിലബസും ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, മാർക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാർക്ക് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളിന് എത്ര മാർക്ക് പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഫുഡ് ടെക്നോളജി. നമ്മൾ ഏറ്റവും ആൾക്കാർ എല്ലാവരും അറിയേണ്ടത് ഫുഡ് ടെക്നോളജിയെ പറ്റിയിട്ടാണ് 15 മാർക്ക്. അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത് ഫുഡ് ടെക്നോളജിയാണ്, 15 മാർക്ക്. ഓക്കെ. അടുത്തത് ഡയറി ടെക്നോളജി 5 മാർക്ക്. പിന്നെ വരുമ്പോഴത്തേക്ക് വെറ്ററിനറി സയൻസ് 5 മാർക്ക്. പിന്നീട് ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ലാസ്റ്റ് 15 മാർക്ക്. ഫുഡ് സേഫ്റ്റി ബന്ധപ്പെട്ട നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, അത് 15 മാർക്കാണ്. അപ്പം നമ്മൾക്ക് ഇപ്പം 15 മാർക്ക് വന്ന ഏതൊക്കെയാന്ന് നോക്കിക്കോണേ. ഒന്ന് വന്നേക്കുന്നത് ഫുഡുമായി ബന്ധപ്പെട്ട ഫുഡ് ടെക്നോളജി വന്നപ്പോൾ 15 മാർക്ക് വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഫുഡ് ലോസ് വന്നപ്പോൾ 15 മാർക്ക് വന്നു. ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ് 15 മാർക്ക് വന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ജോലിയുടെ പ്രാധാന്യം കണക്കിലാക്കിയാണ് ഒരു മാർക്ക് കൂട്ടിയേക്കുന്നത്. ഫുഡുമായി ബന്ധപ്പെട്ട കാര്യം ഒരു മാർക്ക് 15 മാർക്കുകൾ വരുന്നുണ്ട്. ഓക്കെ. പിന്നെന്താണ് ബയോളജിക്കൽ ബയോടെക്നോളജിക്കൽ മെഡിസിനൽ ആസ്പെക്ട്സ് 15 മാർക്ക്. പിന്നീട് വരുമ്പം അഗ്രികൾച്ചർ സയൻസ് 5 മാർക്ക്. അത്രയും അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ അഗ്രികൾച്ചർ, വെറ്റിനറി, ഡയറി പോലെ വരുന്നതിൽ 5 മാർക്ക് വെച്ചേ ഉള്ളൂ. ഫുഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 15 മാർക്കാണ്. ഓക്കെ ആണല്ലോ. ഇനിയാണ് നിങ്ങളെ ഏറ്റവും കുഴപ്പിക്കുന്ന കാര്യങ്ങൾ. ചോദിക്കും അത് എന്താണെന്ന് ചോദിക്കും. അത് വളരെ രസകരമായ സംഭവം തന്നെയാണ്. പലപ്പോഴും ഈ ഉയർന്ന റാങ്ക് വാങ്ങുന്നത് സബ്ജക്റ്റീവായിട്ട് പഠിച്ചവർക്കല്ല. ഈ 3 കാര്യങ്ങൾ കണ്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ് 10 മാർക്ക്. മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ഓഫ് റീസണിങ് 10 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. കണ്ടോ, ഈ 30 മാർക്ക് കണ്ടോ. ഈ 30 മാർക്ക് സ്കോർ ചെയ്യുന്നവരാണ് ഉയർന്ന റാങ്ക് വാങ്ങുന്നത്. അത് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്, ഇത് പാരലായിട്ട് തന്നെ ഫോക്കസ് ചെയ്യണം. സബ്ജക്റ്റീവിന് നല്ല പ്രാധാന്യം കൊടുക്കണം. ഒപ്പം കോൺസ്റ്റിറ്റ്യൂഷനും റീസണിങ്ങിനും മാത്സിനും ഇംഗ്ലീഷിനും പ്രാധാന്യം കൊടുത്ത് തന്നെ പോകണം. അതല്ല എങ്കിൽ ഒരു ഉയർന്ന സ്കോർ കിട്ടത്തില്ല. എല്ലാ വർഷത്തെ പോലെ തന്നെ നല്ല വാശിയുള്ള മത്സരമായിരിക്കും. ഞാൻ പറയാൻ കാര്യം, ചില മേഖലയിലുള്ളവർ, ഇപ്പൊ MSc കെമിസ്ട്രിക്കാർക്ക് LDC തൊട്ട് ഇങ്ങോട്ട് എല്ലാം പഠിക്കും. കാര്യം അവർ LP UP പഠിക്കുന്നവരാണ്, അവർ HSA പഠിക്കുന്നവരാണ്, HST അവർക്കൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവർക്കൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്, അവർക്കൊക്കെ മാത്സ്, അങ്ങനെ എല്ലാം പല സബ്ജക്റ്റും ഉണ്ട്. പക്ഷെ ഈ വെറ്റിനറി പഠിക്കുന്നവർക്ക്, അഗ്രികൾച്ചർ പഠിക്കുന്നവർക്ക്, മെയിനായിട്ട് പഠിക്കുന്ന കാര്യം പറയുവാണേ, ഡയറി പഠിക്കുന്നവർക്കൊന്നും ഇത്തരത്തിലുള്ള ജനറൽ GK പാർട്ട് പഠിക്കേണ്ട ആവശ്യകത വന്നിട്ടില്ല. അവർക്കാണ് കുഴപ്പം വരുന്നത്. അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ സബ്ജക്റ്റീവിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം എവിടെയും കൊടുക്കണം, ഈ ടോപ്പിക്സിന് GK പാർട്ടിന് കൊടുക്കണം. അപ്പൊ ഞങ്ങൾ മാസ്റ്റർ കി അക്കാഡമി കോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ പറയട്ടെ, രണ്ടും കൃത്യമായ രീതിയിൽ കൊണ്ടുപോകും. ഇതുവരെ PSC പഠിക്കാത്തവർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാത്തവർക്ക്, ഇംഗ്ലീഷ് അറിയാത്തവർക്ക്, മാത്സ് മെന്റലിറ്റി അറിയാത്തവർക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിങ്ങളെ ഏറ്റവും ബേസ് കൂട്ടി പഠിപ്പിക്കും. സബ്ജക്റ്റീവ് ഓൾറെഡി നമ്മൾ ക്ലിയർ ചെയ്യും. നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ആണ്, അത് ക്ലിയർ ചെയ്യും. ഒപ്പം തന്നെ ഇതും ക്ലിയർ ചെയ്യും. കാര്യം ഇതും കൂടെ പഠിച്ചാൽ ഉയർന്ന റാങ്ക് കിട്ടത്തുള്ളൂ. ഉറപ്പാണത്. ഈ ജോലി കിട്ടിയ ആൾക്കാരുമായി ഡിസ്കസ് ചെയ്തിട്ട് പറയുകയാണ്, അവർ പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങളെ സഹായിച്ചത് GK പാർട്ടാണ് കൂടുതലും. GK പാർട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പാരലായിട്ട് കൊണ്ടുപോകണം. 30 മാർക്കൊന്നും പറഞ്ഞ് കഴിയാൻ പറ്റത്തില്ല ഒരിക്കലും. കഴിഞ്ഞ തവണത്തെ ഫസ്റ്റ് റാങ്ക് മാർക്ക് 70 മണ്ടയ്ക്ക് വന്നതുകൊണ്ട് പറയട്ടെ, 30 മാർക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. പാരലായിട്ട് നമുക്ക് എന്താ പറയുക, സബ്ജക്റ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചറും ഡയറിയും ടെക്നോളജി എല്ലാം പഠിക്കണം. നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ രീതി ഓരോ ആഴ്ചയിലും സ്റ്റഡി പ്ലാൻ തരും, എക്സാം ഉണ്ടാകും, ഡിസ്കഷൻ ഉണ്ടാകും, PDF പ്രിന്റബിൾ ഫോമുള്ള PDF നോട്ട്സ് ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഉൾപ്പെടുന്ന കംപ്ലീറ്റ് പാക്കേജ് ആണ് ഉള്ളത്. ക്ലാസ്സിൽ ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.